പച്ചപ്പിൻ്റെ മനോഹാരിത നിറഞ്ഞ ഒരു നാട്ടിൻ പ്രദേശം. അവിടെ മഞ്ഞപ്പട്ടു വിരിച്ച് സൂര്യകാന്തിയും. പാടത്ത് ജണ്ടുമല്ലി കാഴ്ച കൂടിയാകുമ്പോൾ ആസ്വാദനത്തിൻ്റെ സ്വാദുമേറും. വിവിധയിനം നെല്ലുകളും പച്ചക്കറികളും കൊണ്ട് നിറഞ്ഞ കൃഷിയിടത്തിലാണ് കാഴ്ചയുടെ വസന്തം തീർത്ത് സൂര്യകാന്തി കൂടി വിരിഞ്ഞു വിടർന്നു നിൽക്കുന്നത്. പിറവം കളമ്പൂരിലെ പാടശേഖരത്താണ് വൈവിധ്യ കൃഷികൾ വേറിട്ട കാഴ്ചയൊരുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വളരുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കണ്ണിനൊക്കെ കൗതുകം കയറുന്നൊരു കാഴ്ച തന്നെയാണ്. ഞങ്ങൾ രാവിലെ 5:30 ഇവിടെ വന്നതാണ്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല മഞ്ഞും ഇതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. ശരിക്കും ഒരു ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഒരു 5:30 ഞങ്ങളിവിടെ എത്തിയത്. നെൽകൃഷി നടത്തുന്ന 30 ഏക്കർ പാടത്ത് 40 സെന്റ് സ്ഥലത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പുഷ്പകൃഷിയും ആരംഭിച്ചത്. ഇവിടുത്തെ നെൽകൃഷിക്കുമുണ്ടൊരു പ്രത്യേകത. പുതിയതും പഴയതുമായ 42 ഇനം നെല്ലുകളാണ് ഈ പാടത്ത് ദേ ഇങ്ങനെ കതിരിട്ടു നിൽക്കുന്നത്. കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ കൃഷിയൊക്കെ. എല്ലാത്തിനും നെടും തൂണായി മുന്നിൽ നിൽക്കുന്നത് 48-കാരനായ ജിജോ എബ്രഹാമും. ഞാൻ 10 വർഷമായിട്ട് ഫുൾ ടൈം കൃഷിക്കാരനാണ്. നെൽകൃഷി, വാഴ, കപ്പ എന്ന് അങ്ങനെ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഈ വർഷം എനിക്കൊരു ഇങ്ങനെ തോന്നി, ഞാനൊരു കുറച്ച് സൂര്യകാന്തി, കുറച്ച് മറ്റേ ചെണ്ടുമല്ലി എന്നിങ്ങനെ സാധനങ്ങളെല്ലാം ഞാനിവിടെ വെച്ച് പിടിപ്പിച്ചു. ഒത്തിരി ആൾക്കാർ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. ഈ കാണാൻ വരുന്നവർക്ക് ഞാൻ ഈ നെല്ല് നാച്ചുറലായിട്ട് പുഴുങ്ങി ഉണങ്ങി അരി, അതിൻ്റെ പുട്ടുപൊടി, അപ്പപ്പൊടി അങ്ങനെ സാധനങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വിത്ത് എല്ലാവരും വന്ന് വാങ്ങിക്കുന്നു. പിന്നെ പച്ചക്കറി ഇവിടെ നിന്ന് കളക്ട് ചെയ്ത ആൾക്കാർ മേടിക്കുന്നുണ്ട്. നമ്മോട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇവരെ നമുക്കിത് പറഞ്ഞു കൊടുക്കാനും കൃഷിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. വേറിട്ട കൃഷിപ്പാടം നാട്ടുകാർക്ക് കൗതുക കാഴ്ചയ്ക്കൊപ്പം പുതിയൊരു അനുഭവ പാഠം കൂടിയാണ്. പ്രദേശത്തെ ആദ്യ സൂര്യകാന്തി പാടം കാണാൻ നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.